നസർ ബോബി ചെമ്മണ്ണൂർ അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലാ നെഗറ്റീവ് സംഭവങ്ങളെയും പോസിറ്റീവാക്കി മാറ്റി തൻ്റെ കച്ചവടത്തിന് കുടപിടിക്കുന്നത് ഏതാണ്ട് 17,000 പേർ വരുന്ന തൻ്റെ ജീവനക്കാരും ഏജൻറ്റുമാരുമായ ശൃംഖലയെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ തന്നെ ഹൈജാക്ക് ചെയ്ത് തട്ടിപ്പിന് കുടപിടിച്ച് മുമ്പോട്ട് പോയ ബോബി ചെമ്മണ്ണൂർ കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് അല്പം പിറകോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ കോമാളിത്തരം പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കെതിരെ ഒന്നും പറയരുത് എന്ന് കോടതിയുടെ നിർബന്ധപൂർവമായ ശാസനയുള്ളതുകൊണ്ടാവാം ബോബി ചെമ്മണ്ണൂർ തൽക്കാലം വളിച്ച് തമാശ പറച്ചിൽ നിർത്തിയിട്ടുണ്ട്. ബോബി അതിനുശേഷം സംഭവിച്ചതാണോ അതിന് മുമ്പത്തെയാണോ എന്നറിയില്ല, ഒരു ഇൻസ്റ്റാ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇനി എന്നോടൊപ്പം ചേർന്ന് ബിസിനസ് തുടങ്ങാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ പുതിയൊരു തട്ടിപ്പിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ഭാഗമായി എല്ലാവരും പണം നഷ്ടപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത്രയും കാലമായിട്ടും ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കാതെ ഇയാളുടെ തട്ടിപ്പിൽ വീണു പോകുന്നവരുടെ പണം പോവട്ടെ. അതുകൊണ്ട് എല്ലാവരും ബോബി ചെമ്മണ്ണൂറിൻ്റെ കൂടൊപ്പം പൈസ കൊടുത്ത് ചേരണം. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ബോബി ചെമ്മണ്ണൂർ ഉപയോഗിച്ച് ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂറിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ ജയിലിലാണ് എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ജയിൽ DIG അജയ്കുമാർ ഓടിയെത്തി എന്നാണ് വാർത്ത. അജയ്കുമാർ എത്തിയത് ബോബി ചെമ്മണ്ണൂറിൻ്റെ കാറിലായിരുന്നത്രേ. അജയ്കുമാറിനൊപ്പം ജയിൽ സൂപ്രണ്ട് രാജു എബ്രാഹവും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിലൊരു സ്ത്രീ ഒരു പവർ ബ്രോക്കറാണ് എന്നാണ് പറയുന്നത്. കൊച്ചിയിൽ അത്തരം ചില സ്ത്രീകളുണ്ട്, പവർ ബ്രോക്കർമാരാണ്. വലിയ കച്ചവടക്കാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. വലിയ കച്ചവടക്കാർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകും. ഡൽഹിയിലൊക്കെ അവർക്ക് വലിയ പിടിയുണ്ട്. കേന്ദ്രഭരണത്തിൽ ബന്ധമുള്ള വടക്കേന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്തെ നേതാവായിരിക്കും. അവരാണ് കോടികളുടെ ഇടപാടുകൾ നടത്തുന്നതും ഇടനില നിൽക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരു പവർ ബ്രോക്കർ അടക്കമുള്ളവരാണ് ബോബി ചെമ്മണ്ണൂറിൻ്റെ വാഹനത്തിൽ ഓടിപ്പാഞ്ഞ് കാക്കനാട് ജില്ലാ ജയിലിലെത്തിയത്. ജയിൽ DIG അജയ്കുമാറും ജയിൽ സൂപ്രണ്ടും അവിടെ എത്തിയിട്ട് ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലേക്ക് ബോബി ചെമ്മണ്ണൂറിനെ വിളിച്ചു വരുത്തുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറാണ് തടവുകാരനായ ബോബി ചെമ്മണ്ണൂർ ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിലിരുന്നത്. ആ ജയിൽ മുറിയിലാണ് ബോബി ചെമ്മണ്ണൂർ ടോയ്ലറ്റിൽ പോയതും കുളിച്ചതും റെഡിയായതുമൊക്കെ. ജയിൽ ശിക്ഷയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് തടവുകാർക്ക് ഒരുമിച്ചൊരു ബാത്റൂമേ ഉള്ളൂ എന്നതാണ്. അതുതന്നെ വളരെ കഷ്ടപ്പെട്ട, അവിടെ സൗകര്യങ്ങളില്ല. ബോബി ചെമ്മണ്ണൂരിനെ പോലെ അത്യാഡംബരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. എന്നാൽ ഈ അജയ്കുമാർ ഇടപെട്ട് ബോബി ചെമ്മണ്ണൂറിന് സൂപ്രണ്ടിൻ്റെ മുറിയിലെ കക്കൂസ് ശരിയാക്കി കൊടുത്തു എന്നത് ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ ജയിലിലായാൽ പോലും സർക്കാരും കോടതിയുമൊക്കെ അവനെതിരാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർ അവരെ സഹായിക്കും എന്നതിന് തെളിവാണ്. ഈ അജയ്കുമാറിന് അതിന് നേട്ടമുണ്ടാവും. ഈ അജയ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മണ്ണൂറിനെ നല്ലൊരു കക്കൂസിൽ പോകാൻ സാഹചര്യം ഒരുക്കി കൊടുത്താൽ നേട്ടമുണ്ടാവും. മറ്റൊരു കാര്യം പോലല്ല, കക്കൂസിൽ പോക്കാണ് ഏറ്റവും വലിയ കുഴപ്പം തടവുകാരുടെ. ബാക്കിയെല്ലാം ഞാൻ ഈ രാഷ്ട്രീയ തടവുകാരോട് പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ഭക്ഷണമാണ്. ഉറക്കമങ്ങ് ഉറങ്ങിപ്പോലും ക്ഷീണം വരുമ്പോൾ പാവിരിച്ച് എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാം. പക്ഷെ ടോയ്ലറ്റിൽ പോക്കൊരു പ്രയാസമാണ്. കാരണം ഇവരൊക്കെ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്നവരാണ്. അവിടെയാണ് അനേകം പ്രതികൾ ഒരുമിച്ച് പോകുന്ന മണമുള്ള ഒരു ടോയ്ലറ്റിൽ പോകേണ്ട സാഹചര്യം. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. ആ ശിക്ഷയിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ജയിൽ സൂപ്രണ്ട് അജയ്കുമാർ ഒഴിവാക്കി കൊടുത്തു. എന്തായാലും ഇവരെ 2 പേരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അജയ്കുമാറിനെയും രാജു എബ്രാഹിമിനെയും. ഇവർ 2 പേരും സസ്പെൻഷനിലാകുമെന്ന് ഇന്നലെ സസ്പെൻഷൻ ഓർഡർ പുറത്തു വരുന്നത് വരെ ഞാൻ കരുതിയിരുന്നില്ല. കാരണം അത്രയേറെ സ്വാധീനം സർക്കാരിലുള്ളവരാണിവർ. ഒരുപക്ഷെ ജയിൽ അധികാരികൾ കർശനമായ നിലപാടെടുത്തപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ പിറകോട്ട് പോയതാവും. കാരണം ഈ അജയ്കുമാറിന് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ പോയി സന്ദർശിക്കാനും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ധൈര്യമുണ്ടായത് അദ്ദേഹം CPMൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും തണലിൽ വളരുന്നത് കൊണ്ടാണ്. അത്തരക്കാർക്ക് എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നത്. ഫെബ്രുവരിയിൽ അവധിയെടുത്ത് മുതലാളിയുടെ കൂടി തൻ്റെ മേലുള്ള അച്ചടക്ക നടപടി ഇല്ലാതാക്കാൻ അദ്ദേഹം നീക്കം ഇനിയും നടത്തിയെന്ന് വരാം. ഒരുപക്ഷെ സസ്പെൻഷൻ നമ്മളറിയാതെ പിൻവലിച്ചെന്നും വരാം. കാരണം അത്രയേറെ സ്വാധീനമാണ് അജയ്കുമാറിന് ജയിൽ വകുപ്പിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഉള്ളത്. ജയിലിൽ ബോബി ചെമ്മണ്ണൂറിനെ നല്ല കക്കൂസ് ഒരുക്കി കൊടുത്തു എന്നൊരൊറ്റ കാര്യം കൊണ്ട് ബോബി ചെമ്മണ്ണൂർ ജീവിതകാലം മുഴുവൻ ഇനി അജയ്കുമാറിനെ സംരക്ഷിച്ചോളും. അജയ്കുമാറിൻ്റെ സ്ഥാപനത്തിലെ ഉന്നത പദവിയിൽ നിയമിച്ചവർ ഈ പറയുന്ന പല ഉദ്യോഗസ്ഥന്മാരും, പോലീസ് ഉദ്യോഗസ്ഥന്മാരും പലപ്പോഴും റിട്ടയർ ചെയ്യുമ്പോൾ അവർ സർവീസിലിരുന്നപ്പോൾ ഇത്തരം പ്രാഞ്ചിയേട്ടന്മാരെയും മുതലാളിമാരെയും വലിയ ക്രിമിനലുകളെയും സഹായിച്ചതിൻ്റെ പുറത്ത് പിന്നീട് ആ സ്ഥാപനവുമായി ചേർന്ന് പ്രവർത്തിക്കാറുണ്ട്. വലിയ പോലീസിൻ്റെ DGP പദവിയിലിരുന്നവർ പോലും ഇവിടെയുള്ള വലിയ വൻകിട സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കൊണ്ട് ഇരുത്തുന്ന ചുമ്മാ സെക്യൂരിറ്റി ചീഫെന്നോ അങ്ങനെ എന്തെങ്കിലും പദവിയോ കൊടുക്കുന്നത്. പക്ഷേ
കിട്ടുന്നത് വലിയ ശമ്പളമാണ്, പോവേണ്ടത് പോലുമില്ല. കാരണം ഈ സേവനകാലത്ത് അവർ ചെയ്ത സേവനത്തിൻ്റെ പ്രതിഫലമാണ്. ഈ അജയ്കുമാറിനെതിരെ ഒട്ടേറെ ആരോപണങ്ങളുണ്ട്. ഒരു ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണത്തിൽ ഇയാൾക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസിൽ ഉടനീളം യജമാനന്മാർക്ക് വേണ്ടി ഏതറ്റം വരെ പോയി ക്രിമിനൽ പ്രവർത്തികൾക്ക് പിന്തുണ കൊടുത്തിരുന്നൊരു ജയിൽ ഉദ്യോഗസ്ഥനാണ് അജയ്കുമാർ. ആ ക്രിമിനൽ പ്രവർത്തിയുടെ പ്രതിഫലമായി അയാൾക്ക് എക്കാലത്തും നല്ല പദവികൾ കിട്ടുമായിരുന്നു. ആർക്കും അയാളെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സ്വപ്ന സുരേഷ് ഒരിക്കൽ എന്നോട് ഈ അജയ്കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷ് ജയിലിലായിരുന്നപ്പോൾ മറ്റ് തടവുകാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിന് മേൽ ഈ അജയ്കുമാർ നടത്തിയ കടന്നുകയറ്റമുണ്ട്. സ്വപ്ന സുരേഷിനെ വല്ലാതെ ഉപദ്രവിക്കുകയും അവരെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്ത ഒരു അജയ്കുമാറുണ്ട്. ഈ DIG പറയുന്നതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് നിർബന്ധമായിരുന്നു. ഈ DIGയുടെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് സ്വപ്ന സുരേഷിനെ തുടർച്ചയായി പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതിൻ്റെ കഥ സ്വപ്ന സുരേഷ് ഒരിക്കൽ അഭിമുഖത്തിൽ എന്നോട് പറഞ്ഞിരുന്നു. ആ അജയ്കുമാർ തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി കുട പിടിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. ഇത്തരം ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തുമുണ്ട്. അവർ ഏതറ്റം വരെ പോയി പാദസേവ ചെയ്യും, അതിന് പ്രതിഫലം കിട്ടും. CPMകാർ ജയിലിലാകുമ്പോൾ അവരെ സംരക്ഷിച്ചിരുന്നതും CPM വിരോധികൾ ജയിലിലാകുമ്പോൾ അവരെ ഉപദ്രവിച്ചിരുന്നതുമൊക്കെ അജയ്കുമാറിൻ്റെ നേതൃത്വത്തിലുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും സർക്കാരിന് പാർട്ടിക്ക് ഇത്ര വേണ്ടപ്പെട്ട ചില ആളുകളുണ്ട്. അവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരെ സംരക്ഷിക്കേണ്ടി വരും. ജയിലിലെ അതിനിർണായകമായ പല നീക്കങ്ങളും അജയ്കുമാറാണ് പിണറായിക്ക് വേണ്ടിയും CPMന് വേണ്ടിയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അജയ്കുമാർ ഇങ്ങനെ ഓടിയെത്തിയതും ചെയ്തതും. ഇത്തരം ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തുമുണ്ട്. അവർക്ക് ആരെയും കൂസലില്ല. അവർ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അവരുടേതായ രീതിയിൽ അഴിമതിയും വൃത്തികേടുകളും കാട്ടും. ഈ ജയിൽ DGP എന്നൊക്കെ പറയുന്നത് പോലീസിൽ നിന്നും തൽക്കാലത്തേക്ക് നിയമിക്കപ്പെടുന്ന ആളാണ്. അയാൾക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അജയ്കുമാർ എങ്ങനെയാണ് തന്നെ പീഡിപ്പിച്ചത് എന്ന് സ്വപ്നയോടെ ഞാൻ ഇന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ സ്വപ്ന പറഞ്ഞതുകൂടി കേൾക്കുക. ഹലോ സ്വപ്ന, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഈ ബോബി ചെമ്മണ്ണൂരിനെ സഹായിച്ചതിന്റെ പേരിൽ ഒരു ജയിൽ DIG അജയ്കുമാറിനെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ട്. സ്വപ്ന ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഒരു വാർത്ത. അപ്പൊ ഈ അജയ്കുമാർ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്വപ്നയ്ക്ക് വളരെ ഒരു ദുരനുഭവം ഉള്ളതായിട്ട് പണ്ട് എന്റെ ഓർമ്മ. ഒരു അജയ്കുമാർ അല്ലായിരുന്നോ സ്വപ്ന അന്ന്? സ്വപ്നയ്ക്ക് 100% ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്താ അയാൾ ചെയ്തത്? എന്ന് പറയുന്ന ജയിൽ DIG ആയിരുന്നു. ഹി വാസ് ആക്ച്വലി അന്ന് he was behind all the torture that I had to go through in the jail. Just because പുള്ളിക്കാരൻ പറയുന്ന രീതിയിൽ ലെറ്റർ എഴുതി കൊടുക്കുക, പുള്ളിക്കാരൻ എന്റെ അടുത്ത് മിണ്ടാതെ ഇരിക്കാൻ പറയുക, റിയാക്ട് ചെയ്ത് സുഖമായിട്ട് ജയിലിൽ ജാമ്യം കിട്ടുന്നവരെ ജീവിക്കുക, വെളിയിറങ്ങിയിട്ടൊന്നും മിണ്ടാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റേ വോയിസ് ക്ലിപ്പിംഗ് ഇറങ്ങിയ സമയത്ത് he came and told me that write a letter according to his interest. അതുപോലെ തന്നെ എനിക്ക് തരുന്ന ഭക്ഷണമെല്ലാം ഇവര് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സെക്യൂരിറ്റി, അൺവാണ്ടഡ് സെക്യൂരിറ്റി, ആരും എന്റെ അടുത്ത് മിണ്ടാൻ പാടില്ല. റൈറ്റ് ടു സ്പീച്ച് വാസ് ഓൾസോ taken away from me. അപ്പോ when I asked the superintendent, she told me that this is the order from the DIG. Everybody gets to watch TV on Sundays. I am not allowed to go. Everybody gets opportunities to involve in certain activities so that they don't അവർ mentally ഒരു സപ്പോർട്ട് കിട്ടാനും ഒരു refreshing പോലെ. It is a right for all the prisoners, whether they are detainees അല്ലെങ്കിൽ accused, എന്തോ ആവട്ടെ, എല്ലാവർക്കും ഒരു വെൽഫെയറിന്റെ ഭാഗമായിട്ട് there are certain activities that make you little relaxed. So അതിന് പോലും he used to say no, സ്വപ്ന സുരേഷ് should not, because അയാള് പറയുന്ന രീതിക്ക് വഴങ്ങാത്തോണ്ടും കാര്യങ്ങൾ ചെയ്യാത്തോണ്ടും he tortured my entire tenure within the jail. പിന്നെ ഈ ഒരു വിവാദത്തില് ഇറ്റ് ഈസ് എന്തോ പറയാ, അതിശയപ്പെടേണ്ട ഒരു കാര്യമല്ല. ബിക്കോസ് ഹിസ് ക്യാരക്ടർ ഞാൻ ആദ്യമേ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞതാണ്. ദിസ് ജെന്റിൽമാൻ ഇസ് നോട്ട് സ്ട്രെയിറ്റ് ആൻഡ് ഹി വിൽ നെവർ ബി സ്ട്രെയിറ്റ്. ഇദ്ദേഹം വളരെ മോശമായി തന്നെ പെരുമാറിയിട്ടുണ്ട്, അല്ലാതെയും അല്ലേ? വളരെ ഇതായിട്ട് തന്നെ വളരെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് സീരീസ് ഓഫ് എപ്പിലെപ്സി ജയിലിൽ വെച്ച് വരാൻ തുടങ്ങിയത് ദി ഓൺലി സോൾ reason was this gentleman. Okay, സ്വപ്ന, ഞാനത് ജസ്റ്റ് കേട്ടപ്പോൾ ചോദിച്ചെന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.